ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 5 അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറയും. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഇതാദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാ മെസ്സേജ് വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിന് നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു. എന്തോ യേശു പറഞ്ഞ ആഴത്തിലേക്ക് നിന്റെ വലയിറക്കാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വലിയൊരു ഗ്രേറ്റ് ഒബീഡിയൻസാണ് അദ്ദേഹം പറയുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല, എങ്കിലും ബട്ട് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. അവിടെയാണ് നമ്മുടെ വിടുതലിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അതാണ്. പലരും പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ച്, എനിക്ക് കടലിനെ കുറിച്ച് അറിയാം, എനിക്ക് ആഴമെല്ലാം അറിയാം, എനിക്ക് താങ്കളുടെ ഉപദേശം വേണ്ട, മറ്റെന്തെങ്കിലും ചെയ്യാനൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ അവിടെ ഒരു വലിയ അനുസരണമാണ് പത്രോസ് പറയുന്നത്. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചെങ്കിലും നിൻ്റെ വാക്കിന്. അങ്ങനെ തീരുമാനിക്കുക ജീവിതത്തിൽ. ഇപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു സന്ദേശമാണെങ്കിൽ പോലും, ദൈവമേ, പലപ്പോഴും ഞാൻ എൻ്റെ ബുദ്ധി ജ്ഞാനത്തിൽ അത് നല്ലത് തന്നെ, പക്ഷേ കർത്താവ് നിൻ്റെ ശബ്ദം കേൾക്കാതാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. പലപ്പോഴും നിൻ്റെ മുഖം അന്വേഷിക്കാതാണ് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവമേ, എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണം. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, തിരുനാമ നിമിത്തം അവൻ എന്നെ നീതിവാദികൾ നടത്തണം. നിൻ്റെ വാക്കിനെ ഞാൻ ഇറക്കാം, കാരണം എനിക്കറിയാം നിൻ്റെ വചനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന പടകിൽ. ജീവൻ്റെ വചനം, സൃഷ്ടിക്കുന്ന വചനം. നീ നസ്രയത്തിലെ ആശാരിയുടെ മോനല്ല, മറിയയുടെ മോനല്ല, നീ പരിശുദ്ധാത്മാവിനാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാണ്. ആഴിയും ആഴങ്ങളും പ്രപഞ്ചങ്ങളും വായിലെ വാക്കുകളാൽ വിളിച്ചവനാണ് നീ. ഇതാ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു അനുസരണം കാണുന്നതിന് മുമ്പ് അതാ കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നു, ലഭിച്ചു വിശ്വാസത്തിൻ്റെ അങ്ങനെ സ്റ്റെപ്പ് ചെയ്യാം. അത് വേണേ ദൈവം പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നടത്തുന്ന ദൈവദാസനിലൂടായിരിക്കും, അല്ലെ ദൈവിക ശുശ്രൂഷയിലൂടായിരിക്കും, അല്ലെ ഡീക്കനിലൂടെ, അല്ലെങ്കിൽ ലീഡേഴ്സിലൂടെ. അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ എവിടെയൊക്കെ അനുസരണമുണ്ടോ, അതാണ് യേശയ്യാവ് പറയുന്നത്, വില്ലിങ് ആൻഡ് ഒബീഡിയൻറ്റ്, ദെൻ യു വിൽ ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ലാൻഡ്. അതായത് മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. ആ വാക്കിന് ഒരു വലിയ അത്ഭുതം തുടങ്ങുകയാണ്. യേശു പറഞ്ഞ ആ വാക്കിന്, പത്രോസ്, അതേ നിൻ്റെ വാക്കിന് ഞാൻ ബലിയിറക്കാമെന്ന് പറഞ്ഞ വാക്കിനകത്തെ ശക്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. ആമേൻ. അങ്ങനൊരു പ്രവൃത്തി ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്.